കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അതിപ്രബലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഇടുക്കി MLA ആയിട്ടുള്ള റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളുമായി കൃത്യമായി ആശയവിനിമയം നടക്കുകയാണ്. ചർച്ചകൾ വഴിയൊരുങ്ങുന്നു. മോൻസ് ജോസഫ് കൃത്യമായി നിലപാടുകൾ അറിയിക്കുന്നു. കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത. ജോസ് കെ മാണിയെ മാത്രമാണ് പുകച്ച് പുറത്തിയടിക്കാൻ ശ്രമിക്കുന്നത്. ജോസ് കെ മാണി വളരെ വൈകാതെ തന്നെ എല്ലാ തരത്തിലും അർത്ഥശൂന്യമായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുന്നത്. ജോസ് കെ മാണിയുടെ വലങ്കയായി നിന്ന റോഷി പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. മന്ത്രിസ്ഥാനം രാജിവെച്ചാലും കുഴപ്പമില്ല, അത് തൽക്കാലം ലഭിക്കുന്ന ഒരു സ്ഥാനം മാത്രമാണ്. എന്നാൽ ഇടുക്കി MLA ആയി വീണ്ടും ജയിച്ച് കയറണമെങ്കിൽ ജനങ്ങളുടെ ആശീർവാദം വേണം. അതിന് UDF പാളയത്തിൽ നിന്നേ മതിയാവൂ എന്ന് റോഷിക്ക് നന്നായി അറിയാം. ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രബല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിന് ആധിപത്യം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയാൽ മാത്രമേ ഇനിയുള്ള വേളയിൽ UDFിൻ്റെ കടാക്ഷത്തിൽ പിടിച്ചു കയറാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി തന്നെയാണ് ജോബ് മൈക്കിളും റോഷി അഗസ്റ്റിനും ഒരുമിച്ച് തീരുമാനമെടുക്കുന്നത്. എന്നാൽ ജോസ് കെ മാണിക്ക് ഒരിക്കലും ജോസഫ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ലയന പ്രഖ്യാപനം ഉൾക്കൊള്ളാനോ കഴിയില്ല. കാരണം വലിയ പിടിവാശിയോടുകൂടിയാണ് അദ്ദേഹം പോരാട്ടം നടത്തി ചിഹ്നവും ഔദ്യോഗികമായ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളും പിടിച്ചെടുത്തത്. എന്നാൽ പാർട്ടി ചെയർമാനാണ് ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് വെറും കോമഡിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ആ സീറ്റ് 90,000 വോട്ടുകൾക്ക് ഒലിച്ചു പോയത് നിസാര കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. ചാഴിക്കാടൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. ജോസഫ് ഗ്രൂപ്പിനെ പ്രബലമാക്കാൻ ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ UDFിലേക്ക് വരും എന്ന് വ്യക്തമാകുന്ന സാഹചര്യം കൂടിയാണിത്. അതായത് ആന്റണി രാജുവിൻ്റെ പാർട്ടി കൂടി ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. PC ജോർജും മകനും ഈ രീതിയിലുള്ള രാഷ്ട്രീയം നടത്തിയാൽ BJPയിൽ നിന്നുകൊണ്ട് അവർക്ക് ശോഭിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ തിരിച്ച് ജനപക്ഷം സെക്യുലറായി UDFിലേക്ക് പ്രവേശിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിന് പരമാവധി തടയിടുന്ന രീതിയാണ് UDF നേതാക്കൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ PC ജോർജിന് അതിന് സ്കോപ്പ് ഇല്ല. അല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ UDFിൽ വീണ്ടും ഒരു റീ എൻട്രിക്ക് ശ്രമിച്ചത്. അത്തരത്തിൽ കേരള കോൺഗ്രസിൻ്റെ അവസാന വാക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മോൻസ് ജോസഫും കൂട്ടരും. നോക്കണം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോൻസ് ജോസഫും PJ ജോസഫും മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ജയിച്ചതെങ്കിൽ ഇനി അങ്ങോട്ട് അനൂപ് ജേക്കബിൻ്റെ ജേക്കബ് ഗ്രൂപ്പും അതുപോലെ തന്നെ ആന്റണി രാജുവിൻ്റെ പാർട്ടിയും ഒക്കെ ലയിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെങ്കിൽ ഇനി റോഷി അഗസ്റ്റിൻ കൂടി ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ ജോസ് കെ മാണി കേരളത്തിൽ ഇനി കാലുകുത്താനേ പോകുന്നില്ല.